ഗോവിന്ദചാമി കണ്ണൂരിൽ തന്നെ ഉള്ളതായി ഒരു വിവരം നമുക്ക് നിലവിൽ ലഭ്യമാകുന്നുണ്ട്. ഫെലിക്സ് ചേർന്നു വിവരങ്ങളുമായി. ഫെലിക്സ്, എന്താണ് വിവരങ്ങൾ? ഗോവിന്ദചാമിയെ കണ്ടതായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ണൂർ തളാപ്പിൽ വെച്ചാണ് ഗോവിന്ദചാമിയെ കണ്ടതായി നാട്ടുകാർ തന്നെ പോലീസിന് വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് പിന്നാലെയുണ്ട്. പക്ഷേ ഗോവിന്ദചാമിയാണ് ഇതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് ഏതായാലും പിന്നാലെ ഓടുന്നുണ്ട്. ഗോവിന്ദചാമി തളാപ്പിലെ കടകൾക്ക് അവിടെ ഈ കടകളുടെ അടുത്ത് കൂടി ഓടിപ്പോകുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിന്നാലെയുണ്ട്. പക്ഷേ ഇതുവരെയും പിടികൂടിയിട്ടില്ല. ആ രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഈ തളാപ്പിൽ അതായത് ഗോവിന്ദചാമി അധിക ദൂരം പോയിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ജയിൽ ചാടിയ ശേഷം കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു. കണ്ണൂർ നഗരത്തിൽ തന്നെയാണ്. കണ്ണൂർ നഗരത്തിൽ തന്നെ തളാപ്പ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഗോവിന്ദചാമി ഓടിപ്പോകുന്നതായി നാട്ടുകാർ തന്നെ കണ്ടത്. അത് ഗോവിന്ദചാമി എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പോലീസ് പിന്നാലെയുണ്ട്. പോലീസ് പിന്നാലെ ഓടുന്നുണ്ട്. ഗോവിന്ദചാമിയെ ഒരുപക്ഷെ അതിവേഗം പിടികൂടാൻ കഴിയും എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് പിന്നാലെ തന്നെയുണ്ട്. പിടികൂടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഗോവിന്ദചാമി ജില്ല വിട്ടു തന്നെ പോയിട്ടില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. തളാപ്പ് പരിസരത്താണ് അല്പം മുമ്പ് ഗോവിന്ദചാമിയെ കണ്ടത്. പോലീസ് പിന്നാലെ ഉണ്ട്. പക്ഷേ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഒരു കൈ മാത്രമാണ് ഗോവിന്ദചാമിക്കുള്ളത്. ഇതാണ് നാട്ടുകാർക്ക് ഇത് ഗോവിന്ദചാമിയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള സംശയത്തിന്റെ ബലത്തിലാണ് ഇപ്പോൾ പോലീസ് പിന്നാലെ പായുന്നത്. ഗോവിന്ദചാമിയെ ഉടൻ പിടികൂടാൻ കഴിയും എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ ഗോവിന്ദചാമിയുടെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളാകാം ഒരുപക്ഷെ ഈ ഓടിപ്പോകുന്നത് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ വ്യാപകമായ പരിശോധന തളാപ്പ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ആ രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതേസമയം ഈ മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഈ നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തളാപ്പ് കേന്ദ്രീകരിച്ചുള്ള ഈ പോലീസ് പരിശോധന ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ ഈ സ്ഥിരീകരിച്ചിട്ടില്ല ഇത് ഗോവിന്ദചാമി തന്നെയാണെന്ന്. പക്ഷെ പിന്നാലെ പോലീസുണ്ട്. പോലീസ് എത്രയും വേഗം ഇയാളെ പിടികൂടും എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഗോവിന്ദചാമി അധികം ദൂരം പോയിട്ടില്ല എന്ന് ഇതിനുശേഷം പോലീസ് അങ്ങനെ ഒരു സൂചന തന്നിരുന്നു. ഒരുപക്ഷെ ഗോവിന്ദചാമി ജയിൽ ചാടിയ ശേഷം കണ്ണൂർ നഗരത്തിൽ തന്നെ എവിടെയെങ്കിലും തന്നെയാണ് കണ്ടത് എന്നത് ഈ കണ്ടു എന്ന് പറയുന്നവർ വളരെ കൃത്യമായി പറയുന്നുണ്ടോ? ഗോവിന്ദചാമിയോട് സാമ്യമുണ്ട് എന്നതാണോ, അതോ ഇത് ഗോവിന്ദചാമി തന്നെയാണ് എന്നവർക്ക് മനസ്സിലായിരുന്നു? ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു പരിശോധന നൽകുകയാണ്, ഈ പരിശോധന നടത്തുകയാണ് ഉണ്ടായത്. ഏതായാലും ഈ തളാപ്പ്, അതായത് തളാപ്പ് എന്ന് പറയുമ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള സ്ഥലമാണ്. ഈ 2 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്ത് ഇയാളെ കണ്ടിട്ടുണ്ട് എന്നതാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സംബന്ധിച്ച പരിശോധന ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പക്ഷേ ഇയാളെ പിടികൂടിയാൽ മാത്രമാണ് ഗോവിന്ദചാമി തന്നെയാണോ ഇത് എന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതിന് വലിയ പരിശോധന ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. കണ്ണൂർ ടൗൺ പോലീസാണ് ഇപ്പോൾ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. പക്ഷെ ഇയാളെ പിടികൂടണം. പിടികൂടിയാൽ മാത്രമാണ് ഇത് ഗോവിന്ദചാമി എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അതായത് സാദൃശ്യമുള്ള ഒരാളെ കണ്ടു എന്ന വിവരമാണ് നിലവിൽ പങ്കുവയ്ക്കുന്നത്. ഇതുവഴി ഓടിപ്പോയതായി കണ്ടു, ഒറ്റ കൈ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ അടയാളമായി പറയുന്നത്. അങ്ങനെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് നാട്ടുകാർ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അയാളുടെ പിന്നാലെ തന്നെ പോകുന്നത്. അത് ഗോവിന്ദചാമി എന്ന ക്രിമിനലാണോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ പൂർണ്ണമായ ഒരു വ്യക്തത നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ കൂടി ആ ആളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ജയിൽ ജീവനക്കാരുടെ പിഴവിൽ പോലീസിനാണ് പ്രതിയെ വീണ്ടും പിടിക്കാനുള്ള സാധ്യത എങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു നാണക്കേടിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക തന്നെ ചെയ്യും.